മനസ്സിലായില്ല സാർ ഇത് ഞങ്ങളാണ് സാർ. ഇത് ദാസൻ അല്ല, ഇത് വിജയൻ, ഞാൻ ദാസൻ. അത് മനസ്സിലായി. ഈ കോപ്രായത്തിന്റെ അർത്ഥം മനസ്സിലാകാത്തത്. ഇവന്റെ കണ്ണിന് നല്ല സുഖമില്ല, അതുകൊണ്ടാണ് ഗ്ലാസ് വെച്ചത്. തന്റെ താടിയോ? അതിന്നിവൻ ഷേവ് ചെയ്തില്ല. ഒരു ദിവസം ഷേവ് ചെയ്യില്ലെങ്കിൽ ഇത്രയും താടി വളരുമോ? വളരും. എന്താണെന്നറിയില്ല, ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും ഇങ്ങനെയാണ്. പാരമ്പര്യമായിട്ടുള്ള ഒരു പ്രത്യേകതയാണ് ഈ താടി വളർച്ച. ഓഹോ, അതിരിക്കട്ടെ. ഇന്നലെ കാലത്ത് വന്നിട്ട് ആരുടെ വെച്ചിട്ടാ പുറത്തു പോയത്? ലീവ് ലെറ്റർ പോലും എഴുതി വെക്കാത്ത എം ഡി ചൂടായിട്ടിരിക്കുക. സാർ, അത് ആക്ച്വലി ഞങ്ങൾക്കൊരു വയറിളക്കം പിടിപെട്ടു അല്ലേ? അത് ഞങ്ങൾ രണ്ടുപേർക്കും. അപ്പൊ ആ ബഹളത്തിനിടയിൽ ഒക്കെ എം ഡിയോട് നേരിട്ടങ്ങ് പറഞ്ഞാൽ മതി. സാർ, Yes, come in. yes. ഞങ്ങൾ ഇവിടുത്തെ അറ്റൻഡേഴ്സ് ആണ് സാർ. കഠിനമായ വയറുവേദന മൂലം ഇന്നലെ ഞങ്ങൾക്ക് ലീവ് ലെറ്റർ എഴുതാൻ സാധിച്ചില്ല. വയറുകൊണ്ടാണോ ലീവ് ലെറ്റർ എഴുതുന്നത്? അല്ല, നിങ്ങൾ ഇന്നലെ ഞങ്ങളില്ല സാർ. അതല്ല, ഇല്ല സാർ, ഞങ്ങൾ ഇന്നലെ ഇല്ല സാർ. റോഡിൽ വെച്ച് പെൺകുട്ടി കാറിടിച്ചപ്പോ ഞങ്ങൾ ഡ്യൂട്ടി തുടങ്ങട്ടെ സാർ. വരട്ടെ. പക്ഷെ താടി ആ ഗ്ലാസ് ഒന്നൂരി. ഞാൻ കണ്ണ് പഴുത്ത് ചീഞ്ഞിരിക്കുകയാണ്. ഗ്ലാസ് മാറ്റിയാൽ സാർ ഞെട്ടിപ്പോകും. ഞങ്ങൾ ഡ്യൂട്ടിക്ക് കയറട്ടെ സാർ. ആ സാർ, സദാശിവൻ സാർ റിട്ടയർ ചെയ്തപ്പോ എടുത്ത സ്റ്റാഫിന്റെ ഫോട്ടോസാ. ഇതാ ഞാൻ പറഞ്ഞത്, ബുദ്ധി ഉണ്ടെങ്കിൽ ഏത് കൊല കൊമ്പനെയും നമുക്ക് തളയ്ക്കാൻ ഒക്കും. സത്യം പറയാലോ, ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ ഒരു ഐഡിയക്ക് നിന്നോട് എനിക്ക് ബഹുമാനം തോന്നുന്നുണ്ട്. വലിയൊരു ബുദ്ധിരാശ്വസൻ. ജോലി പോകാതെ രക്ഷിച്ചതിന് നീ എന്റെ കാല് പിടിക്കണ്ട. അല്ല, കുഴപ്പമില്ല. കാര്യം കാണാൻ കഴുതക്കാല് പിടിക്കണമെന്നൊരു ശാസ്ത്രമുണ്ടേ. അങ്ങനെയല്ല, കാര്യം കാണാൻ കഴുത കാലും പിടിക്കണമെന്ന്. അല്ലേലും ഈ തല്ലിപ്പൊളി കമ്പനിയിലെ ജോലി ഞങ്ങൾക്ക് പ്രശ്നമല്ല. പക്ഷെ ഇന്ന് ഞങ്ങളുടെ ദേഹത്ത് തൊട്ടവനെയൊക്കെ ഇരുട്ടടി അടിച്ചില്ലെങ്കിൽ നോക്കിക്കോ. ഈ കമ്പനി 6 മാസം പൊളിഞ്ഞ് നോറോട് കല്ല് പറിക്കും. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, തൊഴിലാളിക്കും സിന്ദാബാദ്, തൊഴിലാളിക്കും സിന്ദാബാദ്, തൊഴിലാളിക്കും സിന്ദാബാദ്, തൊഴിലാളിക്കും സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്.